വ്യാഴാഴ്ച ഉച്ചയോടെ എടുക്കുമ്പോൾ വമ്പൻ വോട്ടിംഗ് യുദ്ധങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നത്. ആതിര നൂറ രണ്ടുപേർ സെപ്പറേറ്റ് ആയപ്പോൾ തന്നെ മത്സരം കട്ടുകട്ടിയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇരുവരും വോട്ടുകൾ വാരിക്കൂട്ടുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. സ്വന്തം ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ പോലും പ്രേക്ഷക ഫാമിലി ഇവരെ സപ്പോർട്ട് ചെയ്ത് വലിയ രീതിയിൽ തന്നെ കൂടെ കൊണ്ടു നടക്കുകയാണ്. ഇപ്പോൾ വ്യാഴാഴ്ച ഉച്ചവരെയുള്ള വോട്ടിംഗ് റിസൾട്ട് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. രഹസ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ആയതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങൾ ഇതിന് സംഭവിക്കുക. എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ ആരൊക്കെയാണ് ഒന്നാമതെന്ന് നോക്കുകയാണെങ്കിൽ അത് നൂറ തന്നെയാണ്. നൂറ തൻ്റെ സ്ഥാനം വിട്ടുകൊടുക്കാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുക. നൂറയുടെ വോട്ട് 80,000 കടന്ന് 89,034 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ആതിരനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആതിരയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ടിംഗ് ഒക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. 86,950 എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യയാണ് ആതിര ഈ ഒരു സമയം വരെ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് നല്ല മുന്നേറ്റം ഇരുവരും കാഴ്ചവെക്കുമ്പോൾ മറ്റ് കണ്ടസ്റ്റന്റിനെല്ലാം തന്നെ നല്ല രീതിയിൽ അടിയിട്ടിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്ത് ബിന്നിനെയാണ് കാണാൻ സാധിക്കുന്നത്. ബിന്നിയുടെ വോട്ട് നല്ല രീതിയിൽ കുതിച്ചു കയറുന്ന ഒരു കാഴ്ച ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ബിന്നിക്ക് ഹേറ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ബിന്നിനെ ഇഷ്ടപ്പെടുന്നവരും ഷോയിലുണ്ടെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ്. 81,589 വോട്ടുമായിട്ടാണ് ബിന്നി നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ അഭിലാഷിനെയാണ്. അഭിലാഷിൻ്റെ വോട്ടൊക്കെ ഒരു പ്രവചനാതീതമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ചില സമയങ്ങളിൽ കൂടി വരുന്നു, ചില സമയങ്ങളിൽ കുറഞ്ഞു വരുന്നു. അഭിലാഷ് ബിഗ് ബോസിൽ ചില സമയത്ത് ആക്റ്റീവായിട്ട് സംസാരിക്കുന്നുണ്ട്, പിന്നെ ചില സമയത്ത് സൈലൻ്റ് ആയി പോകുന്നുണ്ട്. എന്തൊക്കെയാണ് വോട്ടിംഗ് നാലാമതാണ്. 79,970 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ എത്തുമ്പോൾ അഞ്ചാം സ്ഥാനത്താണ് നമുക്ക് രേണുസുധീനെ കാണാൻ സാധിക്കുന്നത്. രേണുസുധി ഇതുപോലെ തന്നെയാണ്. ആദ്യമൊക്കെ വന്നപ്പോൾ രേണുസുധിയുടെ ഒരു സംസാരം അല്ലെങ്കിൽ രേണുസുധിയുടെ ഉണ്ടെന്നുള്ളൊരു കണ്ടന്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ട് തുടരെ 4 ആഴ്ചയിൽ എത്തിയപ്പോൾ രേണു ചേച്ചി ഉണ്ടെന്ന് പോലും തോന്നിപ്പിക്കാത്ത രീതിയിൽ പോകുന്നതാണെങ്കിൽ വോട്ടിംഗ് കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. 77,294 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ അഞ്ചാം സ്ഥാനത്തുനിന്ന് 6ാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക. അത് നമ്മുടെ ഒനിയലിനെയാണ് കേട്ടോ. ഒനിയലിനും നല്ല രീതിയിലുള്ള വോട്ടിംഗ് തകർച്ചയാണ് മണിക്കൂറുകളായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള മണിക്കൂറിലെങ്കിലും നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ ഒനിയലിന് സാധിച്ചില്ലെങ്കിൽ ഒനിയലും ഡേഞ്ചർ സോണിൽ പോയി ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തോട്ട് പോകും. 60,518 എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ മാത്രമാണ് ഒനിയലിന് ഈ ഒരു സമയം വരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഏറ്റവും ഒടുവിൽ നമുക്ക് 7ാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് അത് ആര്യനെയാണ് കേട്ടോ. ആര്യൻ്റെ വോട്ടിംഗ് ഇങ്ങനെ കുറഞ്ഞ് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ചലനങ്ങളൊന്നും ഇതുവരെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല. ആര്യൻ്റെ വോട്ട് 50,000 കടന്നിട്ടുണ്ടായിരുന്നു. 54,362 എന്ന് പറയുന്ന ഒരു വോട്ടിംഗ് സംഖ്യ മാത്രമേ ഒനിയലിന് ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകളാണ് ഒനിയലിന് നിർണായകമായിട്ട് മാറാൻ പോകുന്നത്. കാത്തിരിക്കാം വരും മണിക്കൂറിൽ വോട്ടിംഗ് റിസൾട്ടുകളൊക്കെ ആയിട്ടൊക്കെ. അപ്പം ഇന്നത്തെ നിങ്ങളുടെ വിലയേറിയ വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയില്ല, ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ പോയി നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഈ ഒരു സീസണിൽ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക.